ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 11 മണിവരെ 28% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 121 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിൽ ഇന്ന് എത്തുകയാണ്. വോട്ടെടുപ്പ് സമാധാനപരമാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബക്തിയാർപൂരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബീഹാറിൽ 121 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഉച്ചയോടടുക്കുമ്പോഴും നല്ല രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25% പോളിംഗ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. കൂടാതെ ഈ സമയത്തും പോളിംഗ് സ്റ്റേഷന് മുൻപിൽ ജനങ്ങളുടെ തിരക്ക് കാണാൻ സാധിക്കും. 7 മണി മുതൽ തന്നെ അത്തരത്തിലൊരു തിരക്ക് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം ഉയരും എന്നൊരു പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായ കണക്കുകൾ പോളിംഗ് അവസാനിച്ച് 6 മണിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അതിശക്തമായിട്ടുള്ള പ്രചാരണത്തിനൊടുവിലാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ജനവിധി ആർക്ക് അനുകൂലമാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെയും രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബക്തിയാർപൂർ മേഖലയിൽ നിന്നും, കൂടാതെ നിലവിൽ പ്രതിപക്ഷ നേതാവും ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവ്, ഉപമുഖ്യമന്ത്രിയും സാമ്രാജ് ചൗധരി തുടങ്ങിയ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ, പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തുകയും ബീഹാറിലെ ജനങ്ങളോട് വോട്ടവകാശം വിനിയോഗിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന പട്ന വുമൻസ് കോളേജിൽ രവിശങ്കർ പ്രസാദ് MP വോട്ട് ചെയ്യാനെത്തിയിരുന്നു. അദ്ദേഹവും വികസനത്തിനൊപ്പം ബീഹാർ നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ BJPയും JDUവും LJPയും നേതൃത്വം നൽകുന്ന NDA വികസനത്തിനൊപ്പം നിൽക്കണം, വികസനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തിയാണ് പ്രചാരണം നയിച്ചിട്ടുള്ളത്. ഒപ്പം ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിശക്തമായ പ്രചാരണം RJDയും നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ മുന്നണിക്കുള്ളിൽ RJDക്കൊപ്പം ഉയർന്നു നിൽക്കാൻ കോൺഗ്രസിനും, അല്ലെങ്കിൽ അത്രയധികം ശക്തമായ പ്രവർത്തനവും ജനസ്വാധീനവും ഉണ്ടാക്കാൻ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണത്തിനൊടുവിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. നേരത്തെ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ബീഹാറിൽ ഇന്നൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-നാണ്. ആ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാകുന്നതിനിടയിലാണിപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ്. 18 ജില്ലകളിൽ, നളന്ദയും പട്നയും വൈശാലിയും ഗോപാൽഗഞ്ചും ഉൾപ്പെടുന്ന മേഖലകളിലെ 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത്.